ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ എമ്പുരാൻ റിലീസായി ഒരു 2-3 ദിവസത്തിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. ഞാൻ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോയ വീഡിയോ ആണിത്. ആക്ച്വലി ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ലോങ് ആയിപ്പോയി, കുറച്ചധികം ലോങ് ആയിപ്പോയൊരു വീഡിയോ ആണ്. ഞാൻ ഷോർട്ട്സ് ആയിട്ട് എടുക്കാനാണ് ഇങ്ങനെ പോർട്രേറ്റ് ആ ഒരു ഇതിലൊക്കെ വെച്ചിട്ട് എടുത്തത്. പക്ഷേ വീഡിയോ ലോങ് ആയിപ്പോയി. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ ഞാൻ പെട്ടെന്ന് ട്രെയിനിൽ കയറി എറണാകുളത്തേക്ക് പോവാണ്. ചൂടോ, ട്രെയിനിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ തിരക്കും അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ അപാര ചൂടായിരുന്നു. ഒന്നാമത് ഉച്ച സമയം ഭയങ്കര ചൂടായിട്ടാണ് പോയത്. അതിൻ്റെ ഇടയിൽ ട്രെയിൻ എവിടെയോക്കോ പിടിച്ചിട്ട് ലാസ്റ്റ് ഇത് ആക്ച്വലി കുറച്ച് ദിവസമായതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണെന്നുള്ള സീന് പോലും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ലാസ്റ്റ് എറണാകുളത്തെത്തി. അവിടെ നിന്ന് ഞാൻ ഒരു ഊബർ എടുത്തിട്ട് ഏട്ടൻ്റെ റൂമിൻ്റെ അടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നു. അല്ല, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പോയി. അവിടെ ഞാൻ ഏട്ടനെ കാത്ത് വെയിറ്റ് നിൽക്കുകയായിരുന്നു. കുറേ നേരം എന്നെ പോസ്റ്റാക്കി. ആ വരുന്ന വരവൊന്ന് വീഡിയോ ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്യാമറ ഓണാക്കി പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. ആ റെഡ് ടീഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന ഏട്ടൻ, എൻ്റെ ഏട്ടൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കഴിക്കാൻ പോയി. എനിക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഈ ഏട്ടൻ്റെ കയ്യിരിക്കുന്ന ആക്ച്വലി എൻ്റെ ഫോണിനാണ്. എൻ്റെ ഫോണിലൊരു ചെറിയ ഗ്രീൻ ലൈൻ വന്ന് അത് പാവം എൻ്റെ ഏട്ടൻ സന്മനസ്സോട് കൂടിയിട്ട് ഏട്ടൻ്റെ ഫോൺ എനിക്ക് തന്നിട്ട് എൻ്റെ ഫോൺ ഏട്ടനെടുത്ത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു റൂം എടുത്ത് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകും. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മെയിനായിട്ട് വന്ന കാര്യത്തിന് പോകണമല്ലോ, എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായിട്ട് വണ്ടിയെടുത്ത് ഫസ്റ്റ് എവിടേക്കാണ് പോയത്? ഫസ്റ്റ് ഭാരത് ഹോട്ടലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അതിൻ്റെ പേര്. അങ്ങോട്ട് പോയി അവിടെ ചെയ്യാനുള്ള കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് പോയി. ഈ സമയത്താണ് ഞാൻ ആക്ച്വലി എൻ്റെ അമ്മാമ്മേനെയൊക്കെ വിളിച്ച് പറയണത് ഞാൻ എറണാകുളത്ത് എത്തി എന്നുള്ള കാര്യം. ഞാൻ വീട്ടിൽ പോലും പറയാനാണ് ഇറങ്ങി. പണ്ടത്തെ പ്രേമിക്കുന്ന സമയത്ത് ചെയ്തതുപോലെയാണ് പിന്നീട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അമ്മാമ്മേനെയൊക്കെ അറിയിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വണ്ടി അവിടെ വെച്ചിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണെന്ന് തോന്നുന്നു. എനിക്ക് മോളിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഒന്നാമത് ഇത്ര ദിവസമായി ഞാൻ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ടൈം ഗ്യാപ്പിൻ്റെ ബേസിസിൽ എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി എമ്പുരാൻ കാണാൻ കൊതിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ വന്ന് കണ്ട എറണാകുളം. ആക്ച്വലി ഏട്ടന് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് പോകുന്നേക്കാളും ഒരു ദിവസം ഞാൻ ലീവ് എടുത്തിട്ട് പോകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടിറങ്ങി. ഓക്കെ, എനിക്ക് വലിയ കുഴപ്പമൊന്നും ഭയങ്കര ഞാൻ അങ്ങനെ ഹൈപ്പിൽ വിചാരിച്ചിട്ട് പോയ അത്രയ്ക്ക് ആ ലെവൽ എനിക്ക് തോന്നിയില്ലെങ്കിൽ കൂടിയിട്ടും ഇഷ്ടമായി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായി, വേസ്റ്റായില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ റൂമിലെത്തിയില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ യൂബറിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ ഫിലിമിൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയായിരുന്നു. ഞാൻ ഒരു റിവ്യൂവർ ആവുമായിരുന്നു അവിടെ. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ലാസ്റ്റ് ഊബർ വന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് നടന്നു, കുറച്ച് നടന്നു. ഓക്കെ, കുറച്ച് ദൂരം നടക്കാമെന്ന് വെച്ചിട്ട് രണ്ടുപേരും കൂടിയിട്ട് തെരാപ്പാര കുറച്ച് ദൂരം നടന്നു. കുറച്ച് ദൂരം എത്രയായി ടൈം? എനിക്ക് തോന്നുന്നു ഒരു 12 മണി 11:30 ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ ഈ നടക്കുന്ന സമയത്ത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ആദ്യം ഫുഡ് വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ റൂമിൽ ചെന്ന് അൽഫാം മന്തി ഓർഡർ ചെയ്തു. എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ടിരുന്ന് കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുകയാണ്. കുറച്ച് മണിക്കൂറുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് എറണാകുളം വരെ പോയിട്ട് വന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ജനശതാബ്ദി ട്രെയിനിൽ കയറി. അങ്ങനെ എന്നെ ട്രെയിനിലാക്കിയിട്ട് ഏട്ടൻ ചച്ചാ ബൈ ബൈ പറഞ്ഞു പോയി. ഏട്ടൻ പോണത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള മൂഡും മാറി, എല്ലാം മാറി. പിന്നെ അതോടെ ഞാൻ വീഡിയോ എടുപ്പ് നിർത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. ബൈ, ചച്ചാ.